ഇപ്പോൾ യു ആർ മാക്സിമം നിങ്ങൾ ദുബായിൽ ഉണ്ടല്ലോ. ദുബായിലാണ് എൻ്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ എല്ലാവർക്കും തന്നെ ഒരു ഇൻഫ്ലുവൻസർ എന്നുള്ള നിലയ്ക്ക് അറിയാവും. എൻ്റെ ബിസിനസ് യെസ്, ശരിക്കും അത് മക്കൾക്ക് എല്ലാവർക്കും അറിയണം. സോ ഐ വോണ്ട് ടു നോ എന്തോ അത് അവിടെ എന്തിന്. അല്ല, അവിടെ എൻ്റെ കമ്പനിയുടെ ഞാൻ വർക്ക് ചെയ്തിരുന്ന ഏരീസ് എന്ന് പറഞ്ഞ കമ്പനിയിലാണ്. ഒരു 6-7 ഇയേഴ്സ് ഏരീസിലായിരുന്നു വർക്ക് ചെയ്തത്. അപ്പോൾ അവിടെ നിന്നിട്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ ബിസി ആയപ്പോൾ ഞാൻ റിസൈൻ ചെയ്തു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ റെസിഗ്നേഷൻ ഇതുവരെ അദ്ദേഹം ഒരു കൺസൾട്ടൻ്റായിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട് ഏരീസിൽ. അപ്പോഴാണ് ഞാൻ യൂറോപ്പ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്പിരിറ്റ് കമ്പനിയായിട്ട് ജോയിൻ ചെയ്യുന്നത്. അവരുടെ ഒരു 3 പ്രൊഡക്ട്സ് ഉണ്ട്. ഫ്രം ആംസ്റ്റർഡാം, ഫ്രം ഗ്രീസ് ആൻഡ് ഓൺ ഫ്രം തണ്ണി. അത് തന്നെ ഇമ്പോർട്ടൻറ്റ്. ഓൺ ഫ്രം സ്കോട്ട്ലാൻഡ്. അപ്പോൾ ആ 3നും കൂടെ ഒരു മലയാളി പേരാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്, തുറുപ്പുകുലാൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ സാധനം നമ്മൾ ഇപ്പം UAE ലോഞ്ച് ചെയ്തു. അപ്പോൾ അതിൻ്റെ CEO ആണ്, ആ കമ്പനിയുടെ CEO ആണ് ഞാൻ. അതെന്ന് പറയുന്നത് നമ്മൾ മലയാളികൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്, പക്ഷേ മെയ്ഡ് ഇൻ ഫോറിൻ കൺട്രിയാണ്. ഇപ്പോൾ കേരളത്തിൽ അവൈലബിൾ അല്ല. അപ്പോൾ അതാണ് ഞാൻ ചെയ്തത്. പിന്നെ എനിക്ക് സ്വന്തമായിട്ട് ഫ്രണ്ട്സുമായിട്ട് ചേർന്ന് 2-3 ബാർ, ഒറ്റയ്ക്കല്ല, വിത്ത് ഫ്രണ്ട്സ് നടത്തുന്നു. 2-3 റെസ്റ്റോ ബാസ്. ഇപ്പോൾ നിങ്ങളുടെ ഡ്രിങ്ക് എന്താ ബ്രാൻഡിയാ? ബ്രാൻഡി ഒഴിച്ച് ബാക്കിയെല്ലാം ഉണ്ട്. വിസ്കി ഉണ്ട്. ബ്രാൻഡി ഉടനെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഫ്രാൻസിലോട്ട് പോകാൻ പോവാം. നമ്മളിപ്പോൾ ചെയ്യുന്നത് വോഡ്ക, വൈറ്റ് റം, പിന്നെ സ്കോച്ച് വിസ്കി, പിന്നെ സിംഗിൾ മോൾട്ട്. ഇപ്പോൾ നെക്സ്റ്റ് 5ാമത്തെ ബ്രാൻഡി ഇറക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ അവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ട്രയൽ ചെയ്ത് എല്ലാവരും ടേസ്റ്റ് ചെയ്ത് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇനി ആരോടും പറയാത്തൊരു കാര്യം ഞാൻ ഈ ഷോയിൽ അമ്മയുടെ അടുത്ത് തുറന്ന് പറയണം, ഐശ്വര്യം ആയിരിക്കട്ടെ എന്നാണ്. മിന്നൽ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വാറ്റ് ചാരം ഇറക്കാമോ? മിന്നൽ ഒരു ട്രഡീഷണൽ കേരള വാറ്റുണ്ട്. ലൈക്ക് ഇത് ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്ന, ഈ പ്രഗ്നൻറ്റ് ലേഡീസിനൊക്കെ കൊടുക്കാറുണ്ട്. ലൈക്ക് കുറേ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ട്, അങ്ങാടി മരുന്നൊക്കെ ഇട്ടിട്ട്, വിത്ത് ലോട്ട് ഓഫ് മെഡിസിൻസ്, 108 അങ്ങാടി മരുന്നിട്ട് ഉണ്ടാക്കുന്ന. അപ്പോൾ അത് നമ്മൾ ഫോറിൻ കൺട്രിയിൽ, നാട്ടിലത് ഇല്ലീഗലാണ്, ചെയ്യാൻ പാടില്ല എന്നുള്ളത്, ബാൻ ചെയ്തതാണ് ലിക്കർ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഫോറിൻ കൺട്രീസിൽ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ 108 അങ്ങാടി മരുന്നിട്ടിട്ട് ഒരു വാറ്റ് ചാരായ മിന്നൽ എന്ന് പറഞ്ഞിട്ട് മിന്നൽ ഇത് ഇയർ ഇറക്കും. അതിന് വേണ്ടിയിട്ടുള്ള ഇവിടെ ഇറക്കും. അവിടെ നമുക്ക് അവിടെ അത് റിലീസായി ഇവിടെ കൊണ്ടുവരാം. ബട്ട് വി കനോട്ട് സെൽ ഇൻ ദ ഷോപ്സ്. കൊണ്ടുവരാം, ഡ്യൂട്ടി ഫ്രീയിലൊക്കെ വിൽക്കാം ഇവിടുത്തെ റീജിയണൽ ഷോപ്പ്. കാരണം നമ്മുടെ തുറുപ്പുകുലാണെന്ന് 70% ആൽക്കഹോൾ. അപ്പോൾ ഇപ്പോഴും വേൾഡിൽ ഏറ്റവും ഹയസ്റ്റ് AVB ഉള്ള വൈറ്റ് റം നമ്മുടേതാണ്. നമ്മൾ എന്തെങ്കിലും പിടിക്കുമ്പോൾ വേൾഡ്സ് ഹയസ്റ്റ് ഒക്കെ പിടിച്ചെങ്കിലേ കാര്യമുള്ളൂ. അതുകൊണ്ട് നമ്മൾ അതിൽ പോലും വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല. ഫോളോവേഴ്സും മില്യൺസ് ഫാമിലി ആയിട്ട് നമ്മൾ എല്ലാവരെയും നമ്മൾ ഫോളോവേഴ്സ് ഞാൻ ഇതുവരെ അങ്ങനെ ക്ലെയിം ചെയ്യാറില്ല. ഞാൻ ഇതുവരെ എൻ്റെ ഒരു പ്രൊഫൈലായിരുന്നു ഫുഡ് ബ്ലോഗറെന്നോ അല്ലെങ്കിൽ വ്ളോഗറെന്നോ ഒന്നും പോലും ഇട്ടിട്ടില്ല. ജസ്റ്റ് എൻ്റെ കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പം ഞാൻ ഇപ്പോഴും ക്ലെയിം ചെയ്യുന്നില്ല ഞാൻ നല്ലൊരു വ്ളോഗറാണെന്നോ എന്നല്ല. നമ്മുടെ ലൈഫ് സ്റ്റൈൽ നമ്മൾ ഇടുന്നു, അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. ഇത് എങ്ങനെ ഐഡിയ കിട്ടി ഈ ലിക്കർ ഇത് ഉണ്ടാക്കി? ആക്സിഡൻ്റലായിട്ട് സംഭവിച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6 months ബാക്ക് എനിക്കൊരു ഫേക്ക് കേസ് വന്നായിരുന്നു എൻ്റെ പേരിൽ. അപ്പം ഞാൻ സമയം ദുബായിലാണ്. ആ സമയത്ത് ആക്സിഡൻ്റലായിട്ട് എൻ്റെ ഒരു ഫ്രണ്ട്, ഓസ്ട്രേലിയയിലുള്ള സുഹൃത്ത് ലാൽ എന്ന് പറയുന്ന അദ്ദേഹം എന്നെ വിളിക്കുകയും നമുക്കിങ്ങനൊരു സാധനം ചെയ്യാമെന്നുള്ള ഒരു ഐഡിയ നമ്മളിപ്പോൾ ഡിസ്കഷനിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പോയി കാര്യങ്ങളൊക്കെ ഇതിനെക്കുറിച്ച് നോക്കി. അങ്ങനെ ഒരു 6 months കൊണ്ട് ഉണ്ടാക്കിയെടുത്തൊരു സാധനമാണിത്. വളരെ പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്തൊരു സാധനമാണ്. കാരണം ഇത് വർഷങ്ങളായിട്ട് അവിടുത്തെ ഒരുപാട് കമ്പനികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളുടേതായ ഒരു ബ്ലെൻഡ് നമ്മൾ പറഞ്ഞു കൊടുത്ത് ഉണ്ടാക്കിച്ചു. അപ്പോൾ അങ്ങനെ ഒരു ഐഡിയ വരാൻ കാരണം എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള, കാരണം നമ്മളിവിടെ പലരും കഴിക്കുന്ന സാധനത്തിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര സബ്സ്റ്റാൻഡേർഡ് ആണെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. കാരണം പലർക്കും ഈ ലിവർ സിറോസിസും അല്ലെങ്കിൽ അങ്ങനെയുള്ള പല അസുഖങ്ങളും ഉണ്ടാകുന്നത് ക്വാളിറ്റി ഇല്ലാത്ത സ്പിരിറ്റ് കൊണ്ട് മദ്യം ഉണ്ടാക്കുന്നുണ്ടാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ചെറിയ പൈസയ്ക്ക് എന്ന് വെച്ചാൽ ഒരാൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന, അയാളുടെ ബഡ്ജറ്റിന് അല്ലെങ്കിൽ ഫാമിലി ലൈഫിനെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ ചെറിയ പൈസയ്ക്ക് നല്ല ഡ്രിങ്ക് കൊടുക്കണം എന്നുള്ള, അതാണ് നമ്മളുടെ ഒരു ലക്ഷ്യം. അല്ലാതെ മാർക്കറ്റിലേക്ക് ഇറങ്ങി ഇപ്പോൾ 70 ABB തന്നെ ഇറക്കുന്നത് ആൾക്കാർ കുറച്ച് കുടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ സാധാരണ 40 ആണ്. അപ്പോൾ നമ്മൾ എത്ര ഒരു 4 അടിക്കുന്നതിന് മുന്നേ ഇത് 1 അടിച്ചാൽ മതി. അങ്ങനെ. അപ്പം അവൻ്റെ എല്ലാം ഓക്കെയാണ്. ആവശ്യത്തിനധികം അവർക്ക് വേണ്ട സാധനങ്ങൾ കിട്ടുകയും ചെയ്യും. ആരോഗ്യം വളരെ നല്ലതായിരിക്കുകയും ചെയ്യും. അത് മാക്സിമം ഡൈലൂട്ട് ചെയ്ത് കഴിച്ചാൽ തന്നെ അതാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. അല്ലാതെ റിഫോർമേഷൻ പ്രോഫിറ്റ് ഒന്നും ഇല്ലാതെ നമ്മൾ വളരെ കുഞ്ഞു മാർജിനിൽ ചെയ്യുന്നൊരു. ബട്ട് ഇതൊക്കെ ഇങ്ങനെയാണ് കോമ്പിനേഷൻ എന്നൊക്കെ പറഞ്ഞു കൊടുത്തത് ആരാ? എങ്ങനെ പഠിച്ചത്? അല്ലാതെ നമ്മൾ സ്വന്തമായിട്ട് ഇത് മേടിച്ച് എനിക്ക് ആദ്യം ഇതിൻ്റെ മദ്യത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നു. കുടിച്ചു നോക്കുമ്പം ഭയങ്കര കയ്പും ഇതെങ്ങനെ ആൾക്കാർ കുടിക്കുന്നു എന്നുള്ളതൊക്കെ ആദ്യം കുടിക്കുമ്പോൾ ചിന്തിക്കുമല്ലോ.
അപ്പോൾ എൻ്റെ ഫാദറിൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ബ്രാൻഡായിരുന്നു ജാക്ക് ഡാനിയൽസ് എന്ന് പറയുന്നത്. പുള്ളി കഴിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഞാനിത് അപ്പോഴൊന്നും എനിക്ക് ഇതിനോട് വലിയ താല്പര്യമുള്ള ആളല്ല, കാരണം എൻ്റെ ഫാദർ ലിവർ സിറോസ് ഒന്ന് മരിച്ച ആളാണ്. പക്ഷെ പുള്ളി ഭയങ്കരമായിട്ട് ഡ്രിങ്ക് ചെയ്യുന്ന ആളല്ല, അൺഫോർച്ചുനേറ്റ്ലി ന്യൂമോണിയ വന്നപ്പം ലിവർ അഫക്റ്റ് ചെയ്ത് മരിച്ച ആളാണ്. അപ്പോൾ ഹെൽത്തി ഡ്രിങ്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാളുണ്ട്. പക്ഷേ എനിക്ക് അതുകൊണ്ട് തന്നെ ഈ മദ്യത്തോട് ഭയങ്കര ദേഷ്യമുള്ള ഒരാളായിരുന്നു, സത്യം ഭയങ്കരമായ ദേഷ്യമുള്ള ആളായിരുന്നു. അപ്പം ഞാൻ ഏരീസിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഒരുപാട് ട്രാവൽ ചെയ്യാൻ തുടങ്ങി, ഒരുപാട് രാജ്യങ്ങൾ പോകാൻ തുടങ്ങി. അപ്പോഴൊക്കെ പലയിടത്തും നമ്മളിത് കഴിക്കേണ്ടി വന്നു, ടേസ്റ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ പിന്നെ അത് ഒരു ഇതിനോടൊരു ഇഷ്ടം തോന്നി തുടങ്ങി. ബ്ലഡിൽ കിടക്കുമല്ലേ, അച്ഛൻ നല്ല അടിക്കാരനാണല്ലോ, അപ്പോൾ പിന്നെ മകൻ ഓഫ് കോഴ്സ് അങ്ങനെ ആവുമല്ലോ. അപ്പോൾ അത് ബ്ലഡിലുണ്ടായിരുന്നു. അപ്പം അത് പറഞ്ഞ വെച്ച പോലെ തന്നെ ഞാനും അതിനങ്ങ് ഏറ്റെടുത്തു. പിന്നെ JD കൊണ്ടുവന്ന് എനിക്ക് ആദ്യം അതിൻ്റെ കുറച്ചൊരു ചാർക്കോൾ ടേസ്റ്റ് ആയതുകൊണ്ട് ഞാൻ അതിൻ്റെ അകത്ത് കുറച്ച് ഹണി ചേർത്തു, കുറച്ച് ലൈം ചേർത്തു, കുറച്ച് വെള്ളം ചേർത്തു. അത് കഴിച്ചപ്പം ഭയങ്കര സക്സസ് ആയി. ആ കോമ്പിനേഷനിൽ നിന്ന് ജാക്ക് ഡാനിയൽസിൽ നിന്ന് ജാക്ക് ഡാനിയൽ ഹണി എന്ന് പറഞ്ഞ ബ്രാൻഡ് വരെ ഇറക്കി. അങ്ങനെ ഒരു വലിയ സംഭവം. എൻ്റെ ഒരു മിക്സിങ്ങിൽ നിന്ന് ഒരു ഇൻ്റർനാഷണൽ ലിക്കർ കമ്പനി ഒരു പുതിയ ഡ്രിങ്ക് കൊണ്ടുവന്നപ്പോൾ ഞാൻ ആലോചിച്ചു, എന്തുകൊണ്ട് എനിക്ക് സ്വന്തമായിട്ടൊരു ബ്രാൻഡ് കൊണ്ടുവന്നുകൂടെ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യം ഒരു മലയാളിക്ക് എന്തുകൊണ്ട്. അപ്പോൾ അങ്ങനത്തെ കൂടെ പല ചിന്തകളിലൂടെ പോയി ആണ് ഇതുപോലുള്ള മിക്സിങ്ങും ഇതുപോലുള്ള പരീക്ഷണങ്ങളൊക്കെ നടത്തിയത്. എൻ്റെ ഒരു ആത്യന്തികമായ ലക്ഷ്യം ഇത് തന്നെയായിരുന്നു. എന്താ പറയുക, നമ്മളുടെ ഒരു ഓൺ ബ്രാൻഡ് വരണം. അപ്പോൾ അതിന് ഞാൻ പറഞ്ഞു, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ലാൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹം കാരണക്കാരനായി. അപ്പോൾ ഒരാൾ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല ഇത്. ഒരുപാട് പേരുടെ ഒരു കൂട്ടായ്മയായിട്ട് ഇതിങ്ങനെ ചെയ്ത് എടുത്ത് നമ്മളിത് ആ മാർക്കറ്റിൽ ദുബായിൽ യുണീസെറ്റിൻ്റെ എല്ലാ ഷോപ്പുകളിലും ഈ ഇരിക്കുന്ന ഇന്നേ ദിവസം മുതൽ ഡേ ഇത് എൻ്റെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേ ആണ് നമ്മുടെ അടുത്ത് ആയിരിക്കുന്നത്. ഞാൻ ഭയങ്കര ഓസ്പീഷ്യസ് ഡേ ആണ്. അപ്പോൾ ഇന്ന് നമ്മളത് അവിടെ മാർക്കറ്റിൽ എൻ്ററായി. ഇൻസ്റ്റാ ഇൻഫ്ലുവൻസേഴ്സ് ആയിക്കട്ടെ, അല്ല ഈ സോഫ്റ്റ് പോൺ അങ്ങനത്തെ ചെയ്യുന്ന കുട്ടികൾ, റീൽസ് ചെയ്യുന്ന കുട്ടികളുടെ ഒപ്പം നിങ്ങൾ എന്താണ് റീൽസ് എതുക്കാകെ റീൽസ് ചെയ്യുന്നത്? സോഫ്റ്റ് ഫോണല്ല, അവരിനി ഞാനിപ്പം സണ്ണി ലിയോണിയായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാനവരൊരു സ്ത്രീയായിട്ട് കാണുന്നുണ്ട്. ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്ന ചുരുക്കം ചില സ്ത്രീകളിൽ 10 പേര് പറഞ്ഞാൽ അതിൽ ഷക്കീലാമ്മയുടെ പേരുണ്ട്. അപ്പം നമ്മൾ ആസ് എ വുമൺ നമ്മൾ അവരെ കാണുന്നത് ഓരോരുടെ കാഴ്ചപ്പാടാണ്. എൻ്റെ കാഴ്ചപ്പാടിൽ നമ്മളുമായിട്ട് വർക്ക് ചെയ്യാൻ വരുന്ന അവരെല്ലാവരും എന്താ പറയുക, അത് എനിക്ക് അവരുമായിട്ട് ഒരു 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 വളരെ ഇമോഷണൽ ബാഗേജ് ഉള്ള ആൾക്കാരാണ്. ഇപ്പം അമ്മയുടെ അടുത്ത് എനിക്ക് ഇമോഷണലി അടുപ്പമുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ എല്ലായിടത്തും കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. നമ്മളായിട്ട് വർക്ക് ചെയ്ത എല്ലാവരും ഇപ്പോഴും എത്രയോ എനിക്കൊന്നൊരു 100+ മോഡൽസുമായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഇപ്പോഴും നമ്മുടെ സുഹൃത്തുക്കളാണ്, ഇപ്പോഴും എല്ലാവരുമായിട്ട് വലിയ സ്നേഹമാണ്. അപ്പോൾ അവരെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളവരെ കൺസിഡർ ചെയ്യുന്നത്, റെസ്പെക്റ്റ് ചെയ്യുന്നത് ആ രീതിയല്ല. അങ്ങനെ ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നുള്ളത്. അതുകൊണ്ട് അവർക്ക് നിങ്ങൾ ഇഷ്ടം മനസ്സിലായി എനിക്ക്. തീർച്ചയായിട്ടും. ഓക്കെ, ഐ അണ്ടർസ്റ്റാൻഡ്. ആ ഒരു ഇഷ്ടം തിരിച്ചും നമ്മൾ ഡെഫിനറ്റ്ലി യെസ്. ഇഫ് യു റെസ്പെക്ട് മീ, ഐ എം ഗോയിങ് ടു റെസ്പെക്ട് യു. ദാറ്റ്സ് ഇറ്റ്.